നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എക്സ് ഈക്വൽ ടു ഇങ്ങനെ എക്സ് ഈക്വൽ ടു 10 അതേപോലെ വൈ ഈക്വൽ ടു സംതിങ് ഈ രീതിയിലുള്ള നമ്മൾ ഓരോരോ വേരിയബിൾ ഉണ്ടാക്കും. എന്നിട്ട് അതിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അതിൽ ഈ എക്സ് വൈ എ ബി എന്നെല്ലാം പറയുന്നത് നമ്മളൊരു വേരിയബിളാണ് അല്ലേ. അപ്പോൾ ഈ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് പ്രോഗ്രാമിങ്ങിൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കറിയാം, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കമ്പ്യൂട്ടർ നോക്കിക്കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിന് നമുക്ക് ഹാർഡ് ഡിസ്ക് ഉണ്ട്, റാം അല്ലെങ്കിൽ മെമ്മറി ഉണ്ട് അല്ലേ, അതേപോലെ പിന്നെ മോണിറ്റർ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ താൽക്കാലികമായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് മെമ്മറിയാണ്, അല്ലെങ്കിൽ നമ്മളതിന് ഉപയോഗിക്കുന്ന റാം അല്ലെങ്കിൽ മെമ്മറി എന്ന് പറയാം. ഇവിടെ ഈ റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് റാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാമാണ് നമ്മൾ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അതിപ്പം താൽക്കാലികമായിട്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു എൻ്റെ കമ്പ്യൂട്ടറിൽ ഉള്ള ഒരു നോട്ട് പാഡിലുള്ള ഒരു ഫയലിന് ടെക്സ്റ്റ് ഫയലിനെ ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ ഡാറ്റ ശരിക്കും നിൽക്കുന്നത് ഇതിൻ്റെ ഈ റാമിലാണ് അല്ലെങ്കിൽ മെമ്മറിയിലാണ്. ഓക്കെ. അതേപോലെ ഞാൻ വേർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോ കണ്ടന്റ് എല്ലാം ഉള്ളത് റാമിലാണ്. നമ്മളതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആകുന്നത് ഹാർഡ് ഡിസ്കിലാണ്. താൽക്കാലികമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് ഈ കമ്പ്യൂട്ടറിന് അതിനെ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ടുള്ള വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെമ്മറിയിൽ വേണം. എന്നാൽ മാത്രമേ അതിന് ഫാസ്റ്റായിട്ട് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് ശരിക്കും കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്റ്റോറേജിൻ്റെ കാര്യങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ഓഫ് ഡാറ്റനെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ പല ടൈപ്പ് ഡാറ്റ ഉണ്ടാവും. അവരുടെ നെയിം ഉണ്ടാവും, ഏജ് ഉണ്ടാവും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും, ജോയിനിങ് ഡേറ്റ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റകളെ നമുക്ക് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഡാറ്റകളെ നമുക്കത് സിസ്റ്റം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ഷെഫാണ്. അപ്പോൾ ഞാനൊരു കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ചില്ലി പൗഡറും അതേപോലെ മസാല പൊടികളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അതിന് ശരിക്കും പെർമനൻറ്റ് സ്റ്റോറേജ് എന്ന് പറയുന്നത് കിച്ചൻ്റെ ഒരു ലാസ്റ്റ് കോർണറിലുള്ള ഒരു ഷെൽഫിൻ്റെ ഉള്ളിലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ ചില്ലി പൗഡറിന് വേണ്ടി എനിക്ക് ആ കോർണറിൽ പോകുന്നു, എന്നിട്ടാണ് എടുത്ത് കൊണ്ടിരുന്നു. വീണ്ടും അടുത്ത മഞ്ഞപ്പൊടി അല്ലെങ്കിൽ ടേമറിക് പൗഡറിന് വേണ്ടി ഞാൻ അങ്ങോട്ട് കൊണ്ടിരുന്നു. അത് ശരിക്കും ഫീസിബിൾ അല്ല. കാരണം കുറേ ടൈം എനിക്ക് വേസ്റ്റ് ആയിപ്പോകും. ആ സമയം കൊണ്ട് ചിലപ്പോൾ ഫുഡ് കരിഞ്ഞു പോയിട്ടുണ്ടാവും, ബേൺ ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്നുള്ള കുറച്ച് പോർഷൻ നമ്മൾ എടുത്തിട്ട് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ നമ്മൾ ചെറിയൊരു ബോക്സിലോ മറ്റോ ആക്കിയിട്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എവിടെ നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നിട്ട് വെക്കും. അതേപോലെയാണ് ശരിക്കും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഡാറ്റനെ അല്ലെങ്കിൽ നമുക്ക് താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളെ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന മെമ്മറിയിൽ അല്ലെങ്കിൽ റാമിൽ കൊണ്ടുവന്നിട്ട് വെക്കും. അതാണ് ശരിക്കും ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ട്. അത് നമ്മൾ മെമ്മറി അല്ലെങ്കിൽ റാം എന്നെല്ലാമാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന സമയത്ത് ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഒരു മാത്തമാറ്റിക്സിൽ നമ്മളൊരു വേരിയബിൾ ഉപയോഗിക്കണം എന്നാൽ എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഉപയോഗിക്കാൻ ജസ്റ്റ് എക്സ് നമ്മൾ കൊടുത്താൽ മതി. ഈ ജാവാസ്ക്രിപ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വേരിയബിളിലാണെന്നുണ്ടെങ്കിൽ വാർ എന്നുള്ള കീവേഡ് ഉപയോഗിക്കും. വാർ എന്നുള്ള കീബോർഡ് ഉപയോഗിച്ചിട്ട് എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ശരിക്കും നടക്കുന്ന എന്താണ്? കമ്പ്യൂട്ടറിൻ്റെ ഇതാണ് ഇപ്പോൾ മൊത്തത്തിലുള്ള മെമ്മറി ലൊക്കേഷൻസ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ചെറിയൊരു പോർഷൻ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കും. അതിന് കൊണ്ടുവന്നിട്ട് ഞാനിവിടെ കൊടുത്ത് എന്താണ് പേര് കൊടുത്തത്? എക്സ് എന്നുള്ള പേരാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഈ എക്സ് എന്നുള്ള ലേബൽ ഇതിന് കൊടുക്കും. ഇതാണ് മെമ്മറി ലൊക്കേഷൻ. ഇതിനെ കൊണ്ടുവന്നിട്ട് പേര് എക്സ് എന്നുള്ള പേര് ഇതിന് കൊടുക്കും. അപ്പോൾ ഞാൻ ഈ എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ശരിക്കും നടക്കുന്ന എന്താണ്? ഈ മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ട് 10 എന്നുള്ള വാല്യൂ സേവ് ആവും. അതാണ് ശരിക്കും നടക്കുന്നത്. ഞാനിവിടെ എക്സ് ഈക്വൽ 10 എന്ന് പറയുന്ന സമയത്ത് ഇതിൽക്ക് ഇവിടെ 10 എന്നുള്ള വാല്യൂ ഈ മെമ്മറി ലൊക്കേഷനിൽ വന്നിട്ട് സേവ് ആവും.
ഇനി ഞാൻ ഇതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് എക്സ് ഈക്വൽ ടു 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണ്. ആദ്യം ഇവിടുന്ന് ഒരു വാല്യൂ ഈ വാല്യൂ ഇത് ഈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യും. ലൈൻ നമ്പർ 4 എക്സിക്യൂട്ട് ചെയ്യും. 4 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ മെമ്മറി ലൊക്കേഷനിൽ 10 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടാവും. അത് കഴിഞ്ഞ് ലൈൻ നമ്പർ 5 എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ മെമ്മറി ലൊക്കേഷനിൽ ഈ 10 എന്ന് പറയുന്ന വാല്യൂവിനെ എറേസ് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്തിട്ട് പകരം ഈ 20 എന്ന് പറയുന്ന വാല്യൂവിനെ അവിടെ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും നടക്കുന്നത് മെമ്മറിയിൽ അതിന് വേണ്ടി ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്ന ഈ നെയിം എന്താണോ ആ നെയിം വെച്ചിട്ട് നമുക്ക് വാല്യൂ അങ്ങോട്ട് പുതിയ വാല്യൂ കൊടുക്കാനും പറ്റും. അതേപോലെ അവിടെ നിന്നുള്ള വാല്യൂ നമുക്ക് ഇങ്ങോട്ട് റീഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഞാനിവിടെ എക്സ് കൊടുത്തു. ഓക്കെ, അതേപോലെ ഞാനിവിടെ ഒരു വാല്യൂ കൂടെ കൊടുക്കുകയാണ്. വാർ വൈ ഈക്വൽ ടു ഞാനൊരു 100 എന്നും കൂടെ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ശരിക്കും എന്താ സംഭവിക്കുക? 2 മെമ്മറി ലൊക്കേഷൻ എക്സും അതേപോലെ തന്നെ ഇവിടെ ഒരു വൈയും ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഒരു മെമ്മറി ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യും, അതിന് പേര് വൈ എന്നുള്ള പേര് കൊടുക്കും. അപ്പം അതിൽ കൊണ്ടുവന്നിട്ട് ഈ 100 എന്നുള്ള പറഞ്ഞ വാല്യൂസ് സേവ് ചെയ്യും. എന്നിട്ട് ഞാനിവിടെ വാർ സം ഈക്വൽ ടു എനിക്ക് വേരിയബിൾ നെയിമായിട്ട് ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എന്ത് നെയിമും എനിക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. നമ്പർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല. ആൽഫബറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഏത് എനിക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിവിടെ സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ശരിക്കും എന്താ സംഭവിക്കുക? ഇതിൻ്റെ ആദ്യം നമ്മളൊരു വാല്യൂവിനെ ഒരു വേരിയബിളിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഞാനിവിടെ കൊണ്ടുവന്നിട്ട് വൈ എന്നുള്ളതിൻ്റെ ആദ്യം 100 ആയിരുന്നു, പിന്നീട് ഞാൻ മാറ്റിയിട്ട് അതിനൊരു 50 എന്നുള്ള വാല്യൂ ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഇപ്പം നമ്മളിവിടെ ഇതിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യാന്നാണ് പറയുന്നത്. ഒരു വേരിയബിളിനെ ആദ്യമായിട്ട് നമ്മളൊരു വേരിയബിളിനെ ഇങ്ങനെ ഒരു വേരിയബിൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റത്തിനോട് നമ്മൾ പറയുന്നതാണ് ഡിക്ലറേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഞാൻ പുതിയൊരു വാല്യൂവിനെ അസൈൻ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇതിൻ്റെ ഈ ഈക്വൽ ടു സിമ്പലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള വാല്യൂവിനാണ് ഈ ലെഫ്റ്റ് സൈഡിൽ അസൈൻ ചെയ്യുന്നത്. ആദ്യം റൈറ്റ് സൈഡിലുള്ളതിൻ്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെ 50 എന്ന് പറയുമ്പോൾ അതിൽ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ആ വാല്യൂവിനെ എടുത്തിട്ട് നേരെ ഈ മെമ്മറി ലൊക്കേഷനിൽ വൈൻ്റെ മെമ്മറി ലൊക്കേഷനിൽ കൊണ്ടുവന്നിട്ട് കൊടുക്കും, പഴയതിനെ ഒഴിവാക്കിയിട്ട് കൊടുക്കും. ഞാനിവിടെ സം ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ഈ ഈക്വൽ ടുവിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാല്യൂവിനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് അസൈൻ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു വേരിയബിളിനെ പുതിയതായിട്ട് ഡിക്ലെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു കാൽക്കുലേറ്റഡ് വാല്യൂ ആണ് ഇതിലേക്ക് അസൈൻ ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റത്തിനെ സംബന്ധിച്ച് കാൽക്കുലേറ്റഡ് വാല്യൂ ആണോ അതോ നമ്മൾ നേരത്തെ ഡയറക്റ്റ് കൊടുത്ത വാല്യൂ ആണോ എന്നുള്ളതൊന്നും അതിനെ സംബന്ധിച്ച് പ്രശ്നമല്ല, എല്ലാം ഒരേപോലെ തന്നെയാണ്. അപ്പം ഈ റിസൾട്ടാണ് ഇവിടെയുള്ള മെമ്മറിയിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഈ മെമ്മറിയിലേക്ക് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കാണുമ്പോൾ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനും കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നത് വേരിയബിൾ എന്നാണ്. വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് സിസ്റ്റത്തിന് നമ്മൾ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു വേരിയബിൾ വേണം എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കീവേഡാണ് വാറും അതേപോലെ പുതിയ സിൻറ്റാക്സ് പ്രകാരം ലെറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡും കൂടെ ഉണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഈ വാർ എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ച് നമുക്കൊരു പുതിയൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ നമ്മൾ സെമിക്കോളം വെച്ചിട്ടാണ് ഓരോ ലൈനും എൻഡ് ചെയ്യുക. ഓരോ ലൈനും അല്ല, ശരിക്കും നമ്മുടെ ഓരോരോ സ്റ്റേറ്റ്മെൻറ്റും എൻഡ് ചെയ്യുക. ഇത് ഡിക്ലറേഷൻ എൻഡ് ചെയ്യുന്നത് ഈ സെമിക്കോളം വെച്ചിട്ടാണ്. സെമിക്കോളൻ മാൻഡേറ്ററി അല്ല, പക്ഷേ എപ്പോഴും സെമിക്കോളം കൊടുത്തിട്ടാണ് നമ്മൾ ശീലിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സമ്മിൽ ശരിക്കും ജാവാസ്ക്രിപ്റ്റ് ഈ സ്ക്രിപ്റ്റ് ബ്ലോക്ക് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യുക? ഈ സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഉള്ളിലുള്ള കോഡ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യുക? ഇത് എക്സിക്യൂട്ട് ചെയ്യൽ നമ്മുടെ ഈ ബ്രൗസറിൽ ഈ കോഡ് എപ്പോഴാണോ റൺ ചെയ്യുന്നത് ആ സമയത്ത് ഈ ഒരു പേജിനെ എപ്പോഴാണോ ലോഡ് ചെയ്യുന്നത് ആ സമയത്താണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. index.html എന്ന് പറയുന്ന പേജിനെ എപ്പോഴാണോ ബ്രൗസറിൽ ലോഡ് ചെയ്യുന്നത് ആ സമയത്താണ് ഈ കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിനെ ഇതിവിടെ എക്സിക്യൂട്ട് ചെയ്തു. നമ്മളൊന്നും കൺസോൾ ചെയ്യുന്നില്ല, ഒന്നും അലേർട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരു റിസൾട്ടും കാണാൻ പറ്റാത്തത്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഈ സം എനിക്ക് കൺസോളിൽ കാണുന്നുണ്ടെങ്കിൽ console.log എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ സം എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഞാനിവിടെ സേവ് ചെയ്യുന്ന സമയം തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പേജ് റീലോഡ് ആവും. അത് നമ്മൾ ഈ ലൈവ് സെർവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ലൈവ് സെർവർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ ചേഞ്ചസ് എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഈ ലൈവ് സെർവർ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഞാൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി Ctrl+S സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആ ചേഞ്ചസ് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും.
അപ്പോൾ ആ കോഡ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ റിസൾട്ട് ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കൺസോളിലോട്ട് ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺസോളിൽ കാണാൻ പറ്റും. ഇനി എനിക്ക് പിന്നെ ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഡോക്യുമെൻറ്റ് ഡോട്ട് റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റിൻ്റെ ഈ ബോഡി സെക്ഷൻ്റെ ഉള്ളിൽ നമുക്ക് അതിനെ റൈറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ വന്നിട്ട് റിസൾട്ട് വേണ്ട, നേരെ സമ്മ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ഈ 60 എന്നുള്ളത് അവിടെ റൈറ്റ് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഒരു അലേർട്ടായിട്ട് ഒരു പോപ്പപ്പ് പോലെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അലേർട്ട് ഓഫ് എന്നുള്ള രീതിയിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ അലേർട്ട് ബോക്സ് ആയിട്ട് ഇവിടെ 60 എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ ആണെന്നുള്ളത്. ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എക്സ് വൈയും അതേപോലെ സമ്മ് എന്ന് പറയുന്ന വേരിയബിൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം ഡിക്ലെയർ ചെയ്തു, ഇതിൻ്റെ വാല്യൂ എല്ലാം ഇവിടെ സമ്മയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ കൺസോളിലോട്ട് ലോഗ് ചെയ്തു, ഡോക്യുമെൻറ്റോട്ട് റൈറ്റ് കൊടുത്തു, എന്നിട്ടാണ് ഈ അലേർട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഈ അലേർട്ടും കൊടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് ശരിക്കും ഈ ഒരു ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. ടോപ്പ് ടു ബോട്ടം ആണ് എക്സിക്യൂഷൻ വരിക. അപ്പോൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് ശരിക്കും ബോഡി സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്തു, ഇതെല്ലാം പ്രിൻ്റ് ചെയ്ത് വന്നു, എന്നിട്ട് അലേർട്ട് കാണിക്കും. അലേർട്ടിന് ശരിക്കും ഒരു യൂസർ ഓക്കെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അലേർട്ട് പോവുള്ളൂ. അതുവരെ ഈ എക്സിക്യൂഷൻ ഇവിടെ ഹോൾഡ് ചെയ്യും, അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യും. യൂസർ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്യും. ഈ ഒരു സെക്ഷനിലോട്ട് പോകില്ല. എന്ന് വെച്ചാൽ ഈ HTML കാര്യങ്ങളൊന്നും എക്സിക്യൂട്ടേ ആവില്ല. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഒന്നുകൂടെ റീലോഡ് ചെയ്യാണ്. റീലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ 60 എന്നുള്ള റിസൾട്ട് ഇവിടെ വന്നു. കൺസോളിലോട്ട് ലോഗ് എക്സിക്യൂട്ടായി, ഡോക്യുമെൻറ്റോട്ട് റൈറ്റും എക്സിക്യൂട്ടായി. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ HTML ബോട്ട് എക്സിക്യൂട്ട് ചെയ്യാത്തത് കൊണ്ട്, ഈ ഒരു പോർഷൻ എത്താത്തത് കൊണ്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷനാണ്. ടോപ്പ് ടു ബോട്ടം ആണ് എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു സ്ക്രിപ്റ്റ് ബ്ലോക്കിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന് ഞാൻ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഞാൻ ഈ ബോർഡിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കൊണ്ടുവന്നിട്ട് ഞാൻ പേസ്റ്റ് ചെയ്യാണ്. സ്ക്രിപ്റ്റ് ബ്ലോക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നിട്ട് ഞാൻ ഇവിടുന്ന് റീലോഡ് ചെയ്യുമ്പോൾ ഈ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കേസിൽ ഈ ജാവാസ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ ഉണ്ടെങ്കിൽ ആദ്യം ജാവാസ്ക്രിപ്റ്റ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റ് ബ്ലോക്ക് ഹെഡിനുള്ളിൽ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് സിൻടാക്സിൻ്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത് വേരിയബിളിനെ, ഒരു പുതിയൊരു മെമ്മറി ലൊക്കേഷനെ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണമെങ്കിൽ വാർ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കും. പിന്നെ കൺസോളിലോട്ട് ലോഗ് എന്നുള്ളത് ഇപ്പോൾ നമ്മളൊരു കുറേ കോഡെല്ലാം എഴുതുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് ശരിക്കും കിട്ടിയിട്ടുണ്ടോ ഇല്ല എന്നുള്ളതെല്ലാം അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ കൺസോളിലോട്ട് ലോഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. കൺസോളിലോട്ട് ലോഗ്, കൺസോളിലോട്ട് വാണ്, കൺസോളിലോട്ട് എറർ എല്ലാം ഉണ്ട്. ഇപ്പോൾ ഞാൻ കൺസോളിലോട്ട് എറർ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു വേരിയബിൾ, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ അലേർട്ടിന് തൽക്കാലം കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതൊരു ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ട് തൽക്കാലം ഞാൻ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പിന്നെ ഈ കൺസോൾ ഡോട്ട് എറർ എന്ന് പറയുന്നത് സിസ്റ്റം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, ജാവാസ്ക്രിപ്റ്റിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ കൺസോൾ ഡോട്ട് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കൊടുത്തതായിരുന്നു. ഞാനിവിടെ ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത എററാണ്. ശരിക്കും എറർ ഇല്ല ഇവിടെ. ഞാൻ ജസ്റ്റ് ഒരു എറർ മെസ്സേജ് കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ ഒരു എറർ, ഇപ്പോൾ നമ്മൾ കൊടുത്ത കോഡിൽ ഒരു എററും ഇല്ല. അപ്പോൾ ഞാൻ അതിന് പകരം, പക്ഷേ ഞാനിവിടെ ഇപ്പോൾ നമ്മളിവിടെ വേരിയബിൾ എന്തൊക്കെയുള്ളത്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സം ഉണ്ട് അല്ലേ. ഞാനിവിടെ ഒരു കോഡ് കൊടുക്കുന്ന സമയത്ത് സമ്മാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷേ ബൈ മിസ്റ്റേക്ക് ഡബിൾ എം വന്നു എന്ന് ചോദിച്ചോ. നമ്മൾ ബൈ മിസ്റ്റേക്ക് സം എന്നുള്ളത് കൊടുത്തത് ബൈ മിസ്റ്റേക്ക് സ്പെല്ലിങ് തെറ്റിയിട്ട് ഡബിൾ എം വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കൺസോളിൽ നമുക്കൊരു എറർ മെസ്സേജ് വരും, സം ഈസ് നോട്ട് ഡിഫൈൻഡ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഡബിൾ എം ഉണ്ട്. ഡബിൾ എം ഉള്ള ഈ സം എന്ന് പറയുന്നൊരു വേരിയബിളിനെ നമ്മൾ എവിടെയും ഡിഫൈൻ ചെയ്തിട്ടില്ല. ആദ്യം നമ്മളൊരു സംഭവത്തിനെ ഡിഫൈൻ ചെയ്യണം, എന്നാലേ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഡിഫൈൻ ചെയ്യാത്തൊരു സംഭവത്തിനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ ഒരു വേരിയബിളിനെ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും നടക്കുന്ന എന്താണ്, ഞാനിവിടെ പിന്നെ ഈ ഡിഫൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിന്നെ ഇപ്പോൾ ഈ കൺസോൾ ഡോട്ട് ലോഗ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു അസൈൻമെൻറ്റ് ഇതേപോലെ നമ്മൾ ഈക്വൽ ടു വെച്ച് അസൈൻ ചെയ്യുന്ന സമയത്തെല്ലാം നടക്കുന്നത് ഈ റൈറ്റ് സൈഡിൽ നിന്നുള്ള വാല്യൂസിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് കൊടുക്കുന്നതാണ്. അതേപോലെ ഈ കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊടുത്ത മെസ്സേജിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാണ് ഈ ലോഗ് എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെന്താണെന്നുള്ളതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കും. അതൊരു ഫംഗ്ഷൻ എന്നാണ് ജാവാസ്ക്രിപ്റ്റ് ഇതിന് പറയാം. ഈ ലോഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ പാസ് ചെയ്യുന്നത് ആദ്യം ഇവിടെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സിസ്റ്റം പോയിട്ട് ഇതിൻ്റെ റാമിൽ പോയിട്ട് നോക്കും ഈ സം എന്ന് പറയുന്ന ഡബിൾ എം വെച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ടോ നോക്കും. അങ്ങനെ ലൊക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് സിസ്റ്റം പറയും ഇങ്ങനെ ഒരു സംഭവത്തിന് ഡിഫൈൻ ചെയ്തിട്ടില്ല, അങ്ങനെ മെമ്മറി ഒരു ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് റെഫറൻസ് എററാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇല്ലാത്ത സാധനത്തിനെ റെഫർ ചെയ്യാൻ നോക്കുന്നു, അപ്പം നമുക്ക് റെഫറൻസ് എറർ കിട്ടും. എന്നിട്ട് നമുക്കിവിടെ മെസ്സേജ് കാണിക്കും സം ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന നമ്മളെ കോഡിങ്ങിൽ വരുന്ന കാരണം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു യൂസർ പിന്നെ തന്ന വാല്യൂ ഇൻകറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂസറെ കയ്യിൽ നിന്ന് ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങിച്ചു. യൂസർ എന്ത് ചെയ്തു, പ്രോപ്പർ ഡേറ്റ് തരുന്നതിന് പകരം വേറെ എന്തെങ്കിലും ഒരു ഡമ്മി വാല്യൂ തന്നു. ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ ഡേറ്റ് ഓഫ് ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഡേറ്റിൽ നിന്ന് ഞാൻ കറണ്ട് ഇയറിനെ ഇപ്പോഴുള്ള വർഷം 2023 എന്നുള്ളത് 2023 ആ ഇയർ മൈനസ് ചെയ്തിട്ടാണ് ഞാൻ അയാളെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് തന്ന വാല്യൂ തെറ്റാണെങ്കിൽ നമുക്ക് ഇതേപോലെ എറർ വരാം. അപ്പോൾ നമ്മളൊരു എറർ സിസ്റ്റത്തിൽ ജാവാസ്ക്രിപ്റ്റിൽ എവിടെ എറർ വന്നു കഴിഞ്ഞാലും ഡീഫോൾട്ടായിട്ട് ആ എററിനെ പുറത്തോട്ട് കാണിച്ചു തരുന്നത് ഈ കൺസോൾ വഴിയാണ്. കൺസോളിലോട്ട് ലോഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അവർ കാണിച്ചു തരുന്നത്. ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ, പിന്നെ ഞാനിപ്പോൾ യൂസറെ കയ്യിൽ നിന്ന് എനിക്കൊരു വാല്യൂസിനെ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഏജ് എന്ന് പറയുന്ന ഞാനൊരു ഏജ് എന്ന് പറയുന്ന വാല്യൂസ് ഞാൻ വാങ്ങിക്കുകയാണ്. അപ്പോൾ ബൈ മിസ്റ്റേക്ക് യൂസർ എന്ത് ചെയ്തു, -1 എന്നുള്ളത് എൻ്റർ ചെയ്തു. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഏജ് 0-നേക്കാളും താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ യൂസർക്ക് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇൻവാലിഡ് ഏജ് എന്നുള്ള രീതിയിൽ കൺസോളിലോട്ട് ലോഗ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇൻവാലിഡ് ഏജ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ കൺസോളിൽ തന്നെയാണ് ആ മെസ്സേജ് പോവുക. ചില സമയത്ത് VS കോഡിൻ്റെ ഈ ലൈവ് സെർവറിൻ്റെ അതിലൊരു ഇഷ്യൂ വരും. അങ്ങനെയാണെങ്കിൽ അത് ഇവിടെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഞാനിപ്പം ചെയ്ത പോലെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് വീണ്ടും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ റൈറ്റ് ക്ലിക്ക് എടുത്തിട്ട് ന്യൂ ഇൻകോഗ്നിറ്റോ വിൻഡോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ കൊടുക്കുക. സോറി, ഇതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഈ സം എന്ന് പറയുന്ന ഒരു എറർ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കേസാണ്. ജാവാസ്ക്രിപ്റ്റിൽ ഒരു എറർ എവിടെയെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്തായി, ഞാൻ ഈ ലൈന് കമൻറ്റ് ചെയ്തു,
അതോടുകൂടി ആ എറർ പോയി. എറർ പോയതുകൊണ്ടാണ് താഴെയുള്ള ലൈൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ ഒരു എറർ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇല്ലാത്തൊരു വേരിയബിളിനെ ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അൺഡിഫൈൻഡ് ആണ്, അല്ലെങ്കിൽ ഇതിനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റം അവിടെ ഫെയിലായി. അതോടുകൂടി ആ ഒരു കോഡിൻ്റെ എക്സിക്യൂഷൻ അവിടെ വെച്ചിട്ട് സ്റ്റോപ്പായി, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പായി. അത് താഴെയുള്ള ലൈൻ ഒന്നും എക്സിക്യൂട്ട് ചെയ്യില്ല. ഓക്കെ, അപ്പം അത് ജാവാസ്ക്രിപ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. ജാവാസ്ക്രിപ്റ്റ് നമ്മൾ കോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും വെച്ചൊരു എറർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷമുള്ള ജാവാസ്ക്രിപ്റ്റ് കോഡ് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും. ഓക്കെ, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ള പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പം ജസ്റ്റ് മനസ്സിലാക്കുക, അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ആവും. അപ്പോൾ എവിടെയെങ്കിലും ഒരു എറർ വന്നു കഴിഞ്ഞാൽ ആ എററിൻ്റെ ശേഷമുള്ള ഒരു ലൈനും എക്സിക്യൂട്ട് ആവില്ല. ഇവിടെ age=-1 എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല, കൺസോൾ ലോഗും കൺസോൾ എററും എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയത് വേരിയബിൾ എന്താണെന്നുള്ളത് നോക്കി, അതിനെങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി, കൺസോൾ എന്താണെന്ന് നോക്കി, കൺസോൾ.ലോഗും കൺസോൾ.എറർ വാണുള്ളത് നമ്മൾ നോക്കി. പിന്നെ നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് നേരെ ബോഡി സെക്ഷൻ്റെ ഉള്ളിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് document.write എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്.